അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ 1ാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ. തെന്മല ടൗണിലെ കടകളിൽ നിന്നും ഓടയിലൂടെ പുറത്തേക്കൊഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന മലിനജലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തെന്മല ടൗണിലെ ഓടകളിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം കാരണം ജനങ്ങൾക്ക് ജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിൽ ഖരമാലിന്യം അടിഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളം ഒഴുകുന്നത് തടസ്സപ്പെടുകയും കൊതുകുകൾ പെരുകുന്നതും മൂലം കുട്ടികളിലും മുതിർന്നവരിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയേറെയാണ്. പല പ്രാവശ്യം പരാതി നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പുനലൂർ ന്യൂസിനോട് പറഞ്ഞു. ഓടയിൽ ഭയങ്കര വാടകയൊക്കെയാ, ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഓട വൃത്തിയാക്കണം. വയസ്സ് 83 ഞങ്ങൾ രണ്ടുപേരും അവർ രണ്ടുപേരേ ഉള്ളൂ. 5 മണിയൊക്കെ ആകുമ്പം ഓടയിൽ കൊതുകുകൾ തന്നെ കൂടുകയൊക്കെ ചെയ്യും. പിന്നെ ഇവരുടെ കാലൊക്കെ ഒരുപാടൊക്കെ കടിച്ചിട്ടുമുണ്ട്. അതിന് വേണ്ടി ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടുമുണ്ട്. പിന്നെ വർഷങ്ങളായിട്ടാണ് ഈ ഓട ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ നമ്മൾ പല മെമ്പർമാർക്കും പഞ്ചായത്തിലേക്ക് പോയി പറഞ്ഞിട്ടും യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. എനിക്ക് തന്നെ എൻ്റെ കൊച്ചിലെ തൊട്ടേ ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥയാണ്. കാരണം ഭിത്തി രണ്ട് സൈഡിലാണ് സാധാരണ ഭിത്തി കെട്ടിയിട്ട് ഓട കെട്ടുന്നത്. ഈ മതിലിനോട് ചേർന്നാണ് അവർ ഒരു സൈഡ് ഭിത്തി കെട്ടിയിട്ട് ഈ മതിലിന് ഒരു സൈഡ് ഓടയും ഒരു സൈഡ് ഇതായിട്ട് കെട്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവർ പറയുന്നത് സ്ലാബ് ഇടണമെങ്കിൽ മതിൽ പൊളിച്ചു കൊടുക്കണമെന്ന്. അത് ന്യായമല്ലല്ലോ. കാരണം ഈ രീതിയിലാണ് ഇങ്ങനെ നടന്നാലും ഒരു പ്രയോജനമില്ല. സ്ലാബ് ഇട്ട് ഇത് വൃത്തിയാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. മക്കളെ, എനിക്ക് 76 വയസ്സുണ്ട് കേട്ടോ. ഈ വയസ്സാം കാലത്ത് ഈ ഓടയുടെ വാട കാരണം കൊണ്ട് കിടക്കാൻ വയ്യ. കൊതുവോ ഞങ്ങൾക്ക് ഇത് സ്ലാബ് മാത്രം ഇട്ട് തന്നാൽ മതി. അല്ലാതെ എനിക്ക് ആരും പഞ്ചായത്തുകാരൊന്നും ഒരു അനുകൂലവും തരത്തില്ല കേട്ടോ. എനിക്ക് കിട്ടാനുള്ള അർഹതയില്ല. എനിക്ക് വെള്ളക്കാർഡ് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മതി. രാത്രി കിടക്കാനേ ഒക്കുന്നില്ല. എന്തൊരു വാടയാണെന്നറിയാമോ ഉള്ളൂ. എന്നാലും വയസ്സായില്ലേ, 76 വയസ്സുള്ള ഞാനേ അനുഭവിക്കുന്ന രാത്രിയിൽ എന്തൊരു ദുരിതമാണെന്നറിയാമോ. മക്കളെ, ഈ ഓട ശരിയാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഭരണ സമയത്ത് അവർ എസ്റ്റിമേറ്റ് എടുത്ത് എല്ലാം ചെയ്തതാണ്. അവർ ആ വക മാറ്റി ചെയ്ത് അവിടെ ഇവിടെ ഒരു മതിലുമൊക്കെ കെട്ടി ഇപ്പോഴും ഈ ഓട ഇന്ന് വരെ ആരും വന്നിട്ടില്ല ചെയ്യാൻ. പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കാനും ഒക്കത്തില്ല കേട്ടോ മക്കളെ. സൈഡ് ഇടിഞ്ഞ് വീണതും എല്ലാം ഇതിൻ്റെ മുഖത്ത്. എൻ്റെ വീട് അപ്പുറത്താണ് കേട്ടോ. വളരെ ദുരന്തമാണ്. ഇതാര് തിരിഞ്ഞു നോക്കാനുണ്ട്? കുറേ എന്തോന്നാ ഈ എന്തൊക്കെ പറയുമല്ലോ, ഈ അഴുക്കൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളുകൾ, പ്ലാസ്റ്റിക് പറക്കാൻ നടക്കുന്ന ആളുകൾ. തെന്മല ടൗൺ വാർഡിലെ ജനങ്ങൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണിതെന്നും എത്രയും വേഗം ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ തെന്മല രാജൻ പറഞ്ഞു. തെന്മല 3ാം വാർഡിലെ ജംഗ്ഷനിലും പരിസരത്തും, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലും പിന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ ബാക്കിലും ഈ റോഡ് സൈഡിലെല്ലാം താമസിക്കുന്നതോട് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഓടയിലെ മാലിന്യങ്ങളും ദുർഗന്ധവും നിമിത്തം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പലയിടത്തും പരാതി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അതിന് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടില്ല. താഴെ ഓട ബ്ലോക്കായി അവിടെ മൊത്തം വെള്ളം കെട്ടിക്കിടന്ന് പിന്നെ അവിടെ താമസിക്കുന്നവർ, ഒരു പുഷ്പമ്മ എന്ന് പറഞ്ഞൊരു അമ്മയും പിന്നെ അങ്ങനെ കുറേ പേര്, ശകുന്തളമ്മ, ഇങ്ങനെയൊക്കെ ഉള്ളവർ എല്ലാവരും അസുഖക്കാരാണ്. പിന്നെ പൊടിക്കുട്ടികളുണ്ട്. എന്നും വൈകുന്നേരം ചൊറിച്ചിലും അല്ലെങ്കിൽ കൊതുക് വന്ന് വന്നിട്ട് ഡെയിലി പരാതി കുറച്ചിലുണ്ട്. കഴിഞ്ഞ പഞ്ചായത്തിലേക്കും ഒരുപാട് ട്രൂപ്പ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നടപടി എടുത്തിട്ടില്ല. ഇപ്പം ഇന്ന് ഈ പിന്നെ പിന്നെ ഫുൾ സ്ലാബ് ഇടുന്നതിന് NH-ലോട്ട് നിർദ്ദേശം നൽകാൻ പഞ്ചായത്തിന് നാളെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. പിന്നെ ഇതൊരു അടിയന്തര സാമൂഹിക പ്രശ്നമായിട്ട് അത് ഏറ്റെടുത്ത് മറ്റു കാര്യങ്ങൾ, അതായത് ഹെൽത്തിൽ നിന്നുള്ള അതിനുള്ള സഹായമോ അല്ലെങ്കിൽ ഹെൽത്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അതിനെപ്പറ്റി സംസാരിക്കും. നടപടിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ഓടകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാലാണ് ദുർഗന്ധം വമിക്കുന്നതെന്നും അതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ ഓടകൾ പൂർണ്ണമായും സ്ലാബുകൾ പാകണമെന്നും അതിനുവേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ നാളെ വിഷയം അവതരിപ്പിക്കുമെന്നും തുടർ നടപടിയായി ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകുമെന്നും വാർഡ് മെമ്പർ തെന്മല രാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല.
അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ 1ാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. പർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, ടിവി, മൊബൈൽ ഫോൺ, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ. ഇൻവെർട്ടർ, UPS, സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.